ചാണ്ടി ഉമ്മനെ തീർക്കുവാൻ അച്ചു ഉമ്മൻ രംഗത്ത്. ഉപജാപക സംഘം ആഹ്ലാദത്തിമിർപ്പിൽ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ പിണറായി വിജയനെ വിളിച്ചു എന്ന പേരിൽ ചാണ്ടി ഉമ്മനെ ചിത്രവധം ചെയ്യുന്ന കോൺഗ്രസുകാർ മറന്നുപോയ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാജീവ് ഗാന്ധിയെ 1991 മെയ് 21 LTTE അംഗമായ തനു ഉൾപ്പെടെയുള്ളവർ മനുഷ്യബോംബായി മാറി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തി. രാജീവ് ഗാന്ധി മാത്രമല്ല അന്ന് കൊല്ലപ്പെട്ടത്. ധർമ്മൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ മുതൽ പ്രദീപ് കുമാർ ഗുപ്ത എന്ന രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെ 14 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാർട്ടിയിലെ തന്നെ ചില പ്രമുഖരുടെ അറിവോടെ തമിഴ് വിടുതലൈ പുലികൾ എന്ന തീവ്ര സംഘടനയെ കൊണ്ട് നടത്തിച്ചെടുത്ത ഒരു കൂട്ടക്കുരുതി ആയിരുന്നത്. 1991 മെയ് 21 മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പരിപാടി ഡൽഹിയിലുണ്ടായിരുന്നിട്ടും അത് റദ്ദാക്കി സുബ്രഹ്മണ്യൻ സ്വാമി തന്റെ സഹപ്രവർത്തകരെ പോലും അറിയിക്കാതെ മദ്രാസിൽ തങ്ങിയത് സംശയാസ്പദമാണെന്ന് CBI നിരീക്ഷിച്ചിരുന്നു. മുൻ ഇന്റലിജൻസ് മേധാവിയും ബംഗാൾ ഗവർണറുമായിരുന്ന MK നാരായണന് രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം തെളിവുകൾ മൂടിവെക്കുവാൻ ശ്രമിച്ചുവെന്നും ആദ്യം കേസ് അന്വേഷിച്ച CBI സംഘത്തലവൻ K രാഘോത്തമൻ തന്റെ പുസ്തകമായ കോൺസ്പിറസി ടു കിൽ രാജീവ് ഗാന്ധി ഫ്രം CBI ഫയൽസ് എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ ചന്ദ്രസ്വാമിക്ക് രാജീവ് ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്നും കൊലപാതകങ്ങൾക്ക് സ്വാമി സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ജെയിൻ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. എന്നാൽ രാജീവ് വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് 1999 സോണിയാഗാന്ധി അന്നത്തെ രാഷ്ട്രപതി KR നാരായണനോട് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ ഭർത്താവിന്റെ ഘാതകരെ തൂക്കിലേറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് സോണിയ കത്തുമുഖേന വ്യക്തമാക്കി. ഈ ചിത്രം കാണുക. സോണിയാഗാന്ധിയും മക്കളും KR നാരായണന് നിവേദനം കൊടുത്തിട്ട് മടങ്ങുന്ന പഴയ ഫയൽ ചിത്രമാണ്. 2008 പ്രിയങ്ക ഗാന്ധി വെല്ലൂരിലെ ജയിലിലെത്തി നളിനിയെ കണ്ടു. മറ്റുള്ളവരുടെ വധശിക്ഷ 2014 സുപ്രീം കോടതി ജീവപര്യന്തമാക്കി. നളിനിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറിച്ചതുൾപ്പെടെ നടപടികൾക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവും രാജീവ് ഗാന്ധിയുടെ ഭാര്യയുമായ സോണിയാഗാന്ധിയുടെ ഇടപെടൽ ഒന്നു മാത്രമായിരുന്നു. നളിനി, രവിചന്ദ്രൻ, ജയകുമാർ, സുധേന്ദി രാജ, ശാന്തൻ, മുരുകൻ, റോബർട്ട്, പയസ് എന്നിങ്ങനെ ബോംബ് സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട 6 പേരും ശിക്ഷയിൽ ഇളവ് കിട്ടി ജയിൽ മോചിതരായി അവരുടെ രാജ്യമായ ശ്രീലങ്കയിലേക്ക് തിരികെ പോയി. സോണിയയുടെ ഈ നിലപാട് വലിയ ഹൃദയവിശാലതയായി കോൺഗ്രസുകാർ ഉൾപ്പെടെ വാഴ്ത്തിപ്പാടി. രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഉൾപ്പെടെ 14 ജീവനുകൾ പൊട്ടിച്ചിതറിച്ച തീവ്രവാദികളുടെ ജീവൻ രക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സോണിയാഗാന്ധിയെ ഒന്ന് വിമർശിക്കുവാൻ പോലും ശേഷിയില്ലാതിരുന്ന ആ കോൺഗ്രസ് നേതാക്കന്മാരാണ് പിണറായിയെ പിതാവിന്റെ അനുസ്മരണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് ചാണ്ടി ഉമ്മന്റെ ജീവന് വേണ്ടി മുറവിളി കൂട്ടുന്നത്. എന്തിനു വേണ്ടി? കഴിഞ്ഞ ഡിസംബറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെടുത്ത സോളാർ കേസ് വ്യാജമാണെന്ന് കാണിച്ച് CBI 115ഓളം പേജ് വരുന്ന ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചർച്ച ചെയ്യുകയോ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കണ്ടുപിടിക്കുവാനോ ശിക്ഷിക്കുവാനോ നിയമ നടപടികൾ എടുക്കുവാനോ യാതൊരു നടപടിയും എടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ തലയിലേറ്റി ചാണ്ടി ഉമ്മനെ ശത്രുപക്ഷത്ത് നിർത്തി വെറുക്കപ്പെട്ടവനാക്കി സമാന്തര പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. പൊതുശത്രുവായ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽപ്പെടുത്തി നശിപ്പിച്ചതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയ്ക്കും ജോസഫ് വാഴയ്ക്കനും ഗണേഷ് കുമാറിനും PC ജോർജിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്കാണ്. ഇവരിലേക്ക് അന്വേഷണം വന്നാൽ ഇവർ സത്യം വിളിച്ചു പറഞ്ഞാലെല്ലാം തീരും. അതുകൊണ്ട് ബോധപൂർവം CBI സമർപ്പിച്ച ആ റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വം മറന്നു കളഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ശക്തനായി വരുന്ന മകനെയും തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആ പഴയ ഉപജാപക സംഘം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ്. അതിൻ്റെ ഭാഗമായാണ് ഇവർ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് സമാന്തരമായ കൊച്ചിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചതും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച അവാർഡ് കൂടാതെ അവർ മറ്റൊരാൾക്ക് കൂടി അവാർഡ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പ് കളിക്കാരും സമാന്തര പരിപാടികൾ മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം അട്ടിമറിക്കുവാൻ വേണ്ടിയാണ് വിഴിഞ്ഞത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് വരുന്നതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് പരിപാടി സംഘടിപ്പിച്ചത്. ഈ ദിവസത്തോടടുത്ത് തന്നെ ഇത് VD സതീശനും കൂടി അറിഞ്ഞു നടത്തിയ നാടകമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി. ആ സംശയം ജനങ്ങൾക്ക് തോന്നാതിരിക്കുവാനാണ് VD സതീശൻ ആ ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം മാറി നിന്നത്. അന്ന്
ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ച തീയതിയായിരുന്നു. 10:30 പത്രസമ്മേളനം ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും ആ സമയം ഒരൊറ്റ മാധ്യമപ്രവർത്തകർ പോലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഏതാണ്ട് 12:30 കഴിഞ്ഞപ്പോൾ ഏതാനും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ചാണ്ടി ഉമ്മൻ ആ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. കൂടെ ഒരൊറ്റ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇല്ലായിരുന്നു. മാധ്യമങ്ങളിൽ മുഴുവനും അവർ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ മദർഷിപ്പും അതിൻ്റെ പ്രത്യേകതകളും എന്തിന് കപ്പൽ കരക്കടുപ്പിച്ച് ബർത്തിൽ കയറ്റിയ തൊഴിലാളികൾ വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണം അതിൽ മുക്കിക്കളഞ്ഞു. എങ്കിലും ഉമ്മൻചാണ്ടിയെ ബോധപൂർവം തമസ്കരിക്കുവാൻ ശ്രമിച്ച ശ്രമങ്ങളും പരാജയപ്പെട്ടു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ആ ദിനത്തിലും ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർന്നു വന്നു. പാർട്ടി ഒരുമിച്ച് നിന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തേണ്ടിയിരുന്നതിന് പകരം ഓരോരുത്തരും മത്സരിച്ച് ഓരോരോ തുരുത്തുകളായി നിന്ന് അവിടെയും ഇവിടെയും ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പരിപാടിയുടെ പവിത്രത കളഞ്ഞു. ഈ പരിപാടികളെ ഏകീകരിക്കേണ്ടുന്ന വി ഡി സതീശനും സുധാകരനും ഈ ഭിന്നിപ്പ് വളരുവാൻ വേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കി നൽകി. സമാന്തര പരിപാടികളെ പ്രോത്സാഹിപ്പിച്ചു. അതിലേറ്റവും മ്ലേച്ഛകരമായ കാര്യം ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ ചില ഗ്രൂപ്പുകളുടെ ഭാഗമാക്കി മാറ്റി എന്നതാണ്. ഇവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി ചാണ്ടിയെ അനഭിമതനാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടി അനധികൃതമായി ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം. അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സഹായിച്ച ഉന്നതരോ പാർട്ടി നേതൃത്വമോ അദ്ദേഹത്തെ സഹായിച്ചില്ല. വിദേശത്തേക്ക് പോകുവാൻ നേരത്ത് മാത്രമാണ് ഒരു 15 ലക്ഷം രൂപ സംഘടിപ്പിച്ച് നൽകിയത്. മറ്റ് ചികിത്സയ്ക്ക് പണം ആവശ്യമായി വന്നപ്പോൾ അച്ചു ഉമ്മനാണ് പണം ചിലവഴിച്ചത്. ആ പണത്തിനായി മകൾ ഉമ്മൻചാണ്ടിയെ നിർബന്ധിച്ചിരുന്നു എന്നും MLA എന്ന നിലയിൽ ഗതികെട്ട് ഉമ്മൻചാണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ 50 ലക്ഷം രൂപയോളം അന്ന് അനുവദിച്ചത് പിണറായി വിജയനാണെന്നും അന്ന് ആവശ്യ സമയത്ത് സാമ്പത്തികമായി സഹായിച്ചത് കോൺഗ്രസ്സുകാരായിരുന്നില്ല, പിണറായി ആയതുകൊണ്ടാണ് മറിയാമ്മ ഉമ്മനും ഇപ്രകാരം ഒരു നിലപാടെടുത്തത് എന്നാണ് വിവരം. ആ കിട്ടിയ തുകയിൽ ഭൂരിഭാഗവും അച്ചു ഉമ്മൻ ഉടൻ തന്നെ മേടിച്ചു കൊണ്ടുപോയി എന്നാണ് വിവരം. അച്ചു ഉമ്മനോടുള്ള താല്പര്യം കൊണ്ടല്ല കോൺഗ്രസ് നേതാക്കൾ സമാന്തരമായി ഇറക്കുന്നത്, പകരം ചാണ്ടി ഉമ്മനെ തീർക്കുവാനാണ് എന്ന് അച്ചു ഉമ്മൻ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന 5 കൊല്ലം എങ്ങനെയും ഭരണം ഒപ്പിക്കുക, അതിനുള്ള ഏക പിടിവള്ളി ഉമ്മൻചാണ്ടി തരംഗമാണ്. അത് ഉപയോഗിക്കുക, മക്കളെ തമ്മിലടുപ്പിച്ച് അവരെ 2 വഴിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അതും തീർന്നു. ആ ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മന്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ എന്ന പദവി അദ്ദേഹം പോലും അറിയാതെ എടുത്തു കളഞ്ഞത്. വി ഡി സതീശനും സുധാകരനും ശ്രമിക്കേണ്ടിയിരുന്നത് എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അവ പരിഹരിച്ച് അത് വളരുവാൻ അനുവദിക്കാതെ എല്ലാവരെയും പാർട്ടിയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കുക, കൊണ്ടുപോകുക എന്നതായിരുന്നു. ഈ വിവാദത്തിൽ ആത്യന്തികമായി മൈലേജ് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല, എന്നാൽ മൂക്കിൽ പഞ്ഞി വെക്കുവാൻ അത് എടുത്തു കൊടുക്കുന്നവനാണ് മൈലേജ്. അച്ചൂമ്മൻ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, സഹോദരൻ വെറുക്കപ്പെട്ടവനാകുമ്പോൾ ജയിക്കുന്നത് അപ്പയെ തീർത്തവന്മാർ തന്നെയാണ് എന്നോർക്കുക. ഒരിക്കലും സഹോദരനെ തീർക്കുവാനുള്ള ഒരു കത്തിയായി സഹോദരി മാറരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.